നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, പഞ്ചാബിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ BJPക്ക് വലിയ തിരിച്ചടിയാണെന്നാണ് മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പറയുന്നതും. കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് ഇതിന്റെ നിജസ്ഥിതി? എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് BJP എവിടെയെങ്കിലും ഒന്ന് വീണ് കാണണം. നമ്മളത് കണ്ടതാണ്. ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നപ്പോൾ തുടക്കത്തിൽ BJPക്ക് ഈ പ്രത്യേകിച്ചും നമ്മുടെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ അതുപോലെ തന്നെ ഈ EVM എണ്ണി തുടങ്ങുമ്പോഴൊക്കെ BJP പുറകിലായിരുന്നു. പതുക്കെയാണ് ഏതാണ്ട് ഒരു 3-4 റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് BJP മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതുവരെയുള്ള മാധ്യമങ്ങളുടെ ആവേശവും ആഹ്ലാദവും ആനന്ദ നൃത്തം ചവിട്ടലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് ഇപ്പോൾ എന്താ പറയുക, കേരളത്തിൽ BJP 3 സീറ്റ് ജയിച്ചപ്പോഴും അവർക്ക് ആ ഒരു അസ്വസ്ഥതയുണ്ട്, ആശങ്കയുണ്ട്, ഉത്കണ്ഠയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചില മാധ്യമ പ്രവർത്തകരുടെ ആശങ്ക അന്ന് നിയമത്തെ കുറിച്ച് മാത്രമായിരുന്നു. ഇപ്പൊ ഇവരാരും പ്രതീക്ഷിച്ചില്ല ചാത്തന്നൂര് BJP ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. കഴക്കൂട്ടത്ത് BJP ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞ സീറ്റുകളാണ്. നമ്മൾ 3 സീറ്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അത് 3 BJP ജയിച്ചു. അപ്പോൾ അത് ഒരു പൊതു ട്രെൻഡാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇടയിൽ. ഒന്നാമത് ഈ CITU മാപ്രകൾ കൂടുതൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ചൊല്ലുണ്ടല്ലോ, കഴുത കാമം കരഞ്ഞു തീർക്കുന്നു. അതുപോലെ BJPക്കെതിരെ ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നതാണ്. BJP ജയിച്ചോട്ടെ, കോൺഗ്രസ് ജയിച്ചോട്ടെ, ആം ആദ്മി പാർട്ടി ജയിക്കട്ടെ, CPIM ജയിക്കട്ടെ, ആര് വേണമെങ്കിലും ജയിക്കട്ടെ, ജനങ്ങൾക്ക് ആവശ്യമുള്ളവരെ അവർ തിരഞ്ഞെടുക്കുന്നു. മാധ്യമപ്രവർത്തകർ വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ചർച്ച നടത്തുമ്പോൾ നമുക്ക് പക്ഷം പിടിക്കാൻ വേണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് ഈ നിഷ്പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷം സത്യത്തിൽ ഇല്ല. സത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക, സത്യത്തിൻ്റെ പക്ഷം പിടിക്കുക മാധ്യമപ്രവർത്തകർ. അതാണ് അവർ ചെയ്യേണ്ടത്. ദേശീയതയുടെ പക്ഷം പിടിക്കുക, അതാണ് അവർ ചെയ്യേണ്ടത്. പൊതുവേ ലോകത്തിന് നന്മ വരുത്തുന്ന പക്ഷം പിടിക്കുക. അതിന് പകരം നമ്മൾ രാഷ്ട്രീയ പക്ഷം പിടിക്കുമ്പോൾ അത് ശരിയല്ല. ഇവിടെയും അതാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, പഞ്ചാബിൽ BJP ഇപ്പോൾ നരേന്ദ്രമോദി 2014 വന്നതിന് ശേഷം BJPക്ക് വലിയ കുതിച്ചുചാട്ടം ഒരുപാട് സ്ഥലത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ BJP ഒട്ടും തന്നെ പ്രസക്തമല്ലാതിരുന്ന ഒരു സംസ്ഥാനത്ത് BJP ഇന്ന് തൂത്തുവാരി വിജയിച്ചിരിക്കുന്നു, ബംഗാൾ. ഇനിയിപ്പോൾ BJPക്ക് പിടിച്ചു കയറാനുള്ള സ്ഥലം 1 പഞ്ചാബ്, 2 കേരളം, 3 തമിഴ്നാട്. തമിഴ്നാട്ടിലും BJPക്ക് വലിയ മുന്നേറ്റമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ അത് റിസൾട്ടിൽ പ്രതിഫലിച്ചിട്ടില്ല. വോട്ട് ശതമാനമൊക്കെ കൂടിയിട്ടുണ്ട്, പക്ഷെ റിസൾട്ടിൽ പ്രതിഫലിച്ചിട്ടില്ല. ഈ പഞ്ചാബിലെ കാര്യവും അതുപോലെയാണ്. പഞ്ചാബിലും BJP അവിടെ അത്യാവശ്യം പ്രവർത്തനമൊക്കെ ഉണ്ട്, പക്ഷെ BJPക്ക് വിചാരിച്ചതുപോലെ സീറ്റുകളിൽ വിജയിച്ചു കയറാൻ കഴിഞ്ഞില്ല. അവിടെ BJP ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന ഒരു ലോക്കൽ പാർട്ടിയുമായിട്ട്, പ്രാദേശിക പാർട്ടി, നേരത്തെയുള്ള ഒരു സിഖ് വംശജരുടെ പാർട്ടിയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് BJP പ്രവർത്തിച്ചിരുന്നത്. അത് ഈ ഡൽഹി കലാപം, സിഖ് കലാപം ഉണ്ടല്ലോ, സിഖ് വിരുദ്ധ കലാപം, ആ കലാപത്തിൽ സിഖുകാർ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടപ്പോഴാണ് അവിടെ BJP ആ കലാപത്തിനെതിരെ, കോൺഗ്രസിന്റെ അന്ന് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴുണ്ടായ ഒരു പ്രതികരണമാണ്, ആ പ്രതികാരത്തിനെതിരെ BJP രംഗത്ത് വരികയും അന്ന് വലിയ തോതിൽ ഈ ഡൽഹിയിൽ ധാരാളം സിഖുകാർ കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ അവര്, പ്രത്യേകിച്ചും പഞ്ചാബികൾ, സിഖുകാർ മാത്രമല്ല, അപ്പോൾ അവർ BJPയെ കാര്യമായിട്ട് പിന്തുണയ്ക്കുകയും അങ്ങനെയാണ് BJP പിന്നീട് ഡൽഹി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരികയും ചെയ്തത്. സുഷമ സ്വരാജൊക്കെ മുഖ്യമന്ത്രിയായ ചരിത്രം അറിയാമല്ലോ. ഇവിടെ ഇപ്പോൾ പഞ്ചാബില് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പെടുന്നത്. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 1977 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 45% സീറ്റുകളിൽ വിജയിച്ചത് ആം ആദ്മി പാർട്ടിയാണ്. ആം ആദ്മിയാണ് ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവന്ത് മാനാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ പുറകിലായിരുന്നു. ഏതാണ്ട് അവിടെ നാമമാത്രമായ 100-ന് താഴെ സീറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഏതാണ്ട് 886 സീറ്റുകളിൽ അവർ വിജയിച്ചു കഴിഞ്ഞു. 130 സീറ്റുകളിലെ ഫലം ഇനി പുറത്തു വരാനുണ്ട് എന്നാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ 886 സീറ്റുകളുടെ ഫലമാണ് ആ സമയത്ത് പുറത്തു വന്നത്. അല്ല, ക്ഷമിക്കണം, 886 സീറ്റുകളാണ്
ആം ആദ്മി പാർട്ടി നേടിയിരിക്കുന്നത്. ഇതിൽ 358 വാർഡുകളാണ് കോൺഗ്രസ് നേടി 2ാം സ്ഥാനത്തെത്തിയത്. ആലോചിക്കേണ്ടത്, കഴിഞ്ഞ തവണ 1000-ലധികം വാർഡുകളിൽ വിജയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് പഞ്ചാബിൽ തകർന്നടിഞ്ഞ് 358 വാർഡുകൾ എന്ന അവസ്ഥയിലെത്തിയത്. അതിനെക്കുറിച്ച് ഈ മാധ്യമങ്ങൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവരെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ വൻ തകർച്ച, BJP അവിടെ എന്താണ് BJPക്ക് തിരിച്ചടി കിട്ടിയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നാലെ വിശകലനം ചെയ്യാം. പക്ഷേ ഏറ്റവും ആദ്യം പറയേണ്ടത് അവിടെ കോൺഗ്രസിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി കയറി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവരെ ഇവിടുത്തെ കേരളത്തിലെ മാപ്രകളെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയെല്ലാം BJP വിസസ് BJP വിരുദ്ധർ എന്ന ഒരു നരേറ്റീവാണ് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണി വിട്ട് രാഹുൽ ഗാന്ധിയെ തെറിയും വിളിച്ചിട്ട് ഇറങ്ങിപ്പോയ കഥയൊന്നും അവർക്ക് ഭാഗമല്ല. ഇപ്പോൾ എത്ര പോയാലും സോണിയയ്ക്ക് അറിയാം ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും എത്ര അകലം വരെ പോകുമെന്ന്. പക്ഷേ ഇവിടെ ആ കോൺഗ്രസിന്റെ തകർച്ചയെക്കുറിച്ച് മാപ്രകൾക്കൊന്നും പറയാനില്ല. ഇനി ശിരോമണി അകാലിദൾ, അവരും 178 വാർഡുകളിൽ അവർ ജയിച്ചിട്ടുണ്ട്. അതായത് 178, 179 എന്നും പറയുന്നുണ്ട്. അതായത് ശിരോമണി അകാലിദളിന് കഴിഞ്ഞ തവണയും അവിടെ ഏതാണ്ട് ഇതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരും അവിടെ താഴോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇനി BJP 170 വാർഡുകളാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച് BJP 170 വാർഡുകളിലാണ് വിജയിച്ചു നിൽക്കുന്നത്. ഈ അന്തിമ ഫലം വരുമ്പോഴത്തേക്ക് ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ BJPയുടെ കഴിഞ്ഞ തവണത്തെ വാർഡുകളുടെ ഇതെടുത്ത് നോക്കുമ്പോൾ അത് കൂടുതലാണ്. 69 വാർഡുകളിലാണ് BJP ജയിച്ചത്. അവിടുന്നാണ് ഈ 170ലേക്ക് BJP ഇരട്ടിയിലധികം. കഴിഞ്ഞ 49 സീറ്റായിരുന്നു, ഇത്തവണ 49 അല്ല, ശരിക്കും 69 സീറ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ചില വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും ശരി, 283 സ്ഥാനത്ത് 283 എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ 2ാം സ്ഥാനം ഇനി പ്രഖ്യാപിക്കാനുണ്ട് 130 വാർഡുകൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് BJPയുടെ വളർച്ചയെക്കുറിച്ച് പറയുന്നില്ല, കോൺഗ്രസിന്റെ തകർച്ചയെക്കുറിച്ച് പറയുന്നില്ല. പകരം BJPക്ക് തിരിച്ചടി. അതായത് ആം ആദ്മി പാർട്ടി അവിടെ, ഈ ആം ആദ്മി പാർട്ടിയെ കൗണ്ടർ ചെയ്യാൻ BJP അവിടെ അത്രയും വലിയൊരു ശക്തി ആയിട്ടില്ല എന്നുള്ളതാണ്. BJP അവിടെ ഇനി താഴെത്തട്ടിൽ മുതലുള്ള പ്രവർത്തനം നടത്തി വരികയാണ്. നമുക്കറിയാം BJP RSSനും വലിയ പ്രവർത്തന മികവുള്ള ഒരു സംസ്ഥാനമല്ല പഞ്ചാബ്. സംഘപരിവാറിന് വലിയ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമല്ല നമ്മുടെ പഞ്ചാബ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ BJPക്ക് ഇതൊരു തിരിച്ചടിയാണോ എന്ന ചോദ്യം ആണ്. പിന്നെ BSP അങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ കുറച്ച് സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മലയാള മാപ്രകൾ, മല്ലു മാപ്രകൾ ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത വർഷം പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കവേ ഇങ്ങനൊരു റിസൾട്ട് വന്നത് BJPയുടെ വൻ തകർച്ചയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്? BJPക്ക് അവിടെ എത്ര MLA-മാരുണ്ട്? BJPക്ക് അവിടെ എന്താണ് സ്വാധീനം? ഇതൊന്നും അല്ല അവരുടെ വിഷയം. പക്ഷെ BJPക്ക് തിരിച്ചടി കിട്ടും. ഇതാണ് അതിന്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു അജണ്ട കൂടിയുണ്ട് പ്രശാന്ത്. ആദ്യമായിട്ട് ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് മറ്റേ വോട്ടിംഗ് മെഷീൻ വെച്ചിട്ടല്ല, അപ്പോൾ ബാലറ്റിലൂടെയാണ്. അപ്പൊ ഈ ബാലറ്റിൽ നടക്കുമ്പോൾ BJP തകരുമെന്നും വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുമ്പോൾ BJP വിജയിക്കുകയുള്ളൂ എന്നും വരുത്തി തീർക്കാനുള്ള ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ ഇതിനെ കാണണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിന് വലിയ. കഴിഞ്ഞ തവണ EVM-ലായിരുന്നു പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് BJPക്ക് 69 സീറ്റേ കിട്ടിയുള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തവണ ഇവർ പറയുന്ന വാദങ്ങളെല്ലാം തെറ്റാണെന്ന് BJPക്ക് തെളിയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണിത്. കാരണം കാലാകാലങ്ങളായി വോട്ട് ചോരിയും അതുപോലെ തന്നെ വോട്ടിംഗ് മെഷീൻ, ഇപ്പൊ ഈ വോട്ടിംഗ് മെഷീനിന് ക്രമക്കേട് പറയാൻ പറ്റില്ല. കാരണം സുപ്രീം കോടതി മാത്രമല്ല, നിയമം കൃത്യമായ തെളിവ് ഹാജരാക്കാനുണ്ടെങ്കിൽ മാത്രമേ അത്തരം കേസ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ വോട്ട് ചോരിയിലേക്ക് മാറ്റി. ഇപ്പൊ മെഷീന് കുറ്റമില്ല, യഥാർത്ഥത്തിൽ ഇപ്പൊ കുറ്റം വോട്ട് ചോരിയാണ്. അപ്പൊ ഈ വോട്ട് ചോരിയിലേക്ക് മാറ്റിയത് അങ്ങനെയാണ്. അപ്പൊ ഇപ്പോ
പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് BJPക്ക് വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അപ്പോൾ BJP അവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടാണോ CPM ഇവിടുത്തെ മാധ്യമങ്ങളും CPM-ഉം കോൺഗ്രസും ഒക്കെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും അവിടെ ആം ആദ്മിയാണ്. ആം ആദ്മി വിജയിക്കുമ്പോൾ, അല്ലെങ്കിൽ ആം ആദ്മിക്ക് കുറച്ച് സീറ്റ് കിട്ടുന്നു. BJP ഇപ്പൊ കേരളത്തിൽ BJPക്ക് ഭരണം കിട്ടുന്നില്ല, അവിടെ തിരിച്ചടിയാണെന്ന് പറയുന്ന പോലെയുള്ള കാര്യമാണ് ഈ പഞ്ചാബിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ അജണ്ടയാണ്, കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്ത മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സംഗതി വളരെ രസകരമാണ്. BJPയുടെ വളർച്ച അവിടെ പഞ്ചാബിൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഇതുവരെ നമുക്ക് ഇത് വിശകലനം ചെയ്യുമ്പോൾ പറയാൻ കഴിയുന്നത്. ഏതാണ്ട് ചില സ്ഥാനാർത്ഥികളൊക്കെ അവിടെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങൾ പോലും, വാർഡുകൾ പോലും ഉണ്ട്. പക്ഷെ അതിനെല്ലാം, ആ വെല്ലുവിളികളെല്ലാം അതിജീവിച്ചുകൊണ്ട് BJP അവിടെ ഏതാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ 2-3 ഇരട്ടി കൂടുതൽ വാർഡുകൾ, സീറ്റുകൾ വിജയിച്ച് BJP അവിടെ ഒരു വളർച്ചയുടെ പാതയിലാണ്. എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടി അത്രയും സീറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ കോൺഗ്രസിനെ വലിയ രീതിയിൽ തകർക്കാൻ കഴിഞ്ഞു. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഒന്നുകിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ സഹായിക്കുന്നു. കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ അവിടെ ഡൽഹിയിലൊക്കെ നമ്മൾ കണ്ടതാണ്, BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നു, ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, ആം ആദ്മി പാർട്ടിയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇവിടെയും അതുപോലെ കോൺഗ്രസ് കളിക്കുന്നതാണോ BJP കയറി വരാതിരിക്കാൻ? അങ്ങനെയൊരു സംശയമുണ്ട്. അപ്പം അവിടെ എന്തായാലും ഒരു ചതുഷ്കോണ മത്സരമാണ് നടന്നിരിക്കുന്നത്. ഒരു വശത്ത് കോൺഗ്രസ്, മറ്റൊരു വശത്ത് ആം ആദ്മി പാർട്ടി, ഇനിയൊരു വശത്ത് ശിരോമണി അകാലിദൾ. അവരൊരു കാലത്ത് BJPയുടെ സഖ്യകക്ഷിയായിരുന്നതാണ്. പിന്നെ നാലാമത് BJP. ഇങ്ങനെ 4 കക്ഷികൾ, 4 പ്രബല കക്ഷികളെന്ന് തന്നെ പറയാം. അവർ അവിടെ നേരിട്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൽ കോൺഗ്രസ്സിന് വലിയ ഇടർച്ചയുണ്ടായിരിക്കുന്നു. കോൺഗ്രസ് 400-ന് താഴെ സീറ്റുകളിലേക്ക്, 1200-ലധികം വാർഡുകൾ ജയിച്ചിരുന്ന കോൺഗ്രസ് ഇപ്പോൾ 400-ന് താഴെ സീറ്റുകളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. 384 മറ്റോ ആണ് ഏറ്റവും ഒടുവിൽ വരുന്ന സംഖ്യ. പകരം ആം ആദ്മി പാർട്ടി അവിടെ ഏതാണ്ട് 900 സീറ്റുകളിലേക്ക് അടുത്തിരിക്കുന്നു. അത് ചിലപ്പോൾ 1000-ഓ 1000-ന് പുറത്തോ പോകാൻ സാധ്യതയുണ്ട്. അന്തിമ ഫലം വരുമ്പോഴേ അതറിയാൻ കഴിയുള്ളൂ. BJP പറഞ്ഞതുപോലെ 59-ഓ 69-ഓ ഒക്കെ സീറ്റുകൾ ഉണ്ടായിരുന്ന BJP ഇപ്പോൾ 170 സീറ്റുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. അത് അവസാന ഫലം വരുമ്പോൾ ഒരു പക്ഷേ അത് 200 സീറ്റുകളിലേക്ക് എത്തിയേക്കാം. അതുപോലെ തന്നെ ശിരോമണി അകാലിദളിനും കോൺഗ്രസിനുണ്ടായതുപോലെ തിരിച്ചടിയാണ്. ശിരോമണി അകാലിദളിനും സീറ്റുകൾ കുറഞ്ഞിരിക്കുകയാണ്. ഒരു വല്ലാത്ത കൃത്യമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് സത്യത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്നത്. ആര് വിജയിക്കും, ആര് പരാജയപ്പെടും, BJPയുടെ വോട്ട് ഷെയർ എത്രയായിരിക്കും, BJP നേടിയ വോട്ടുകൾ ആരെ തോൽപ്പിക്കും തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. ഈ പറയുന്നത് പോലെ കോൺഗ്രസ് അവിടെയും ഡൽഹിയിലെ പോലെ തന്നെ വലിയ തകർച്ചയെ അഭിമുഖീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസിന്റെ തകർച്ചയല്ല, BJPയുടെ വിജയം സംഭവിക്കാത്തതിനെക്കുറിച്ച് അതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു കടന്ന കൈയായി പോയി. സത്യത്തിൽ ആം ആദ്മി പാർട്ടി അവിടെ മുന്നേറിയത് കോൺഗ്രസിനെ തകർത്തുകൊണ്ടാണ് എന്നുള്ളതാണ് സത്യം.